ഇനി നമ്മൾ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ കോഴിക്കോട്ട് പ്രിയങ്കാ ഗാന്ധി ഉണ്ട്. വയനാട് മണ്ഡലത്തിലും ഇപ്പം സിറ്റിയിലുമൊക്കെ അവർക്ക് പരിപാടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ വാർത്തകൾ കാര്യമായി വടക്കൻ മലബാറിൽ നിന്ന് ഒപ്പം കോഴിക്കോട്ട് നിന്നുണ്ട് ഷിത? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടി മണ്ഡലത്തിൽ അവരുടെ പര്യടന പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ ബൂത്ത് ലെവൽ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ മീറ്റിംഗുകളാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ ഏറനാട് മണ്ഡലത്തിലും തിരുവമ്പാടി മണ്ഡലത്തിലും കോഴിക്കോടും മലപ്പുറം 2 മണ്ഡലങ്ങളിലാണ് അവർക്ക് പരിപാടിയുള്ളത്. രാവിലെ ഏറനാട് മണ്ഡലത്തിലെ ബൂത്ത് ലീഡർമാരുടെ മീറ്റിംഗിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ തിരുവമ്പാടിയിലെ യോഗത്തിലും പങ്കെടുക്കും. ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രിയങ്കാ ഗാന്ധി ഇന്നലെ തന്നെ പ്രതികരിച്ചതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് തുടർ പ്രതികരണങ്ങൾ കൂടെ ഒരുപക്ഷേ ഇന്നുണ്ടായിരിക്കും. കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ തുടർ പ്രതികരണങ്ങൾ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോട് ഇപ്പോൾ CPM ജില്ലാ സമ്മേളനത്തിന് ശേഷമുള്ള CPMന്റെ ഒരു തലവേദന എന്ന് പറയുന്നത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയുള്ള പ്രതിഷേധം തുടരുകയാണ്. പരസ്യ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് നേതൃത്വം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഏരിയ കമ്മിറ്റിയിലൊക്കെ ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യം കീഴ്ഘടകങ്ങളോട് പറയാൻ വേണ്ടിയും ഒപ്പം സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയും മണിയൂരിൽ CPMലെ ഒരു വിഭാഗത്തിന്റെ ഒരു പ്രതിഷേധ പ്രകടനം തുടരുന്നത്. മണിയൂർ മേഖലയിലാണ് കാര്യമായിട്ട് തന്നെ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. PK ദിവാകരനെ എന്തുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് അംഗങ്ങൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, മറ്റു തരത്തിൽ ചിലരുടെ ഇടപെടലുകൾ മൂലമാണ് എന്നുള്ള കാര്യം അണികൾ പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനൊപ്പം തന്നെ ചില ലോക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാനും ഇക്കാര്യത്തിൽ ഒരുങ്ങുകയും ചെയ്യുകയാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന വാർത്തകൾ. ഒപ്പം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ടൗൺ ഹാൾ കഴിഞ്ഞ 4 മാസമായി അടഞ്ഞുകിടക്കുകയാണ്. ഒരു പരിപാടികളും അവിടെ നടക്കാൻ സാധിക്കുന്നില്ല. നവീകരണത്തിന്റെ പേരിലായിരുന്നു അടച്ചിട്ടിരുന്നത്. ഇപ്പോൾ പ്രതിഷേധവുമായി കലാകാരന്മാരൊക്കെ എത്തിയിരുന്നു. ഇത്രയും അനിശ്ചിതമായി അടച്ചിടുകയാണെന്നൊക്കെയുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി പലരും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു സന്തോഷ വാർത്തയാണ്. ടൗൺ ഹാളിൽ ഇനി മുതൽ കലാപരിപാടികൾക്ക് ഇനി മുതൽ നടത്തുകയാണ്. ഇന്ന് വൈകിട്ടാണ് കലാപരിപാടികൾ നടത്തിക്കൊണ്ട് തന്നെ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഇത്രയും വാർത്തകളാണ്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാന റോഡിലിറങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. വന്യമൃഗ പ്രശ്നങ്ങളുമായുള്ള കാര്യങ്ങൾ തന്നെയാണ് വയനാട്ടിൽ നിന്ന് ഉയരുന്നത്. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഇത്തരം വാർത്തകളാണ് ഇപ്പോൾ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്.